പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിക്കവാറും സോളാർ ലൈറ്റിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊന്നും ആയിരിക്കില്ല അതിൻ്റെ അകത്തുള്ള കമ്പോണൻറ്റുകൾ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ സോളാർ ലൈറ്റ് വന്നിട്ടുണ്ട്, ഒരു യൂസേഴ്സ് മാനുവൽ, പിന്നെ അതുകൂടാതെ റിമോട്ട്, അതിൻ്റെ ബാറ്ററി, പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ളൊരു സപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വായിക്കാനായിട്ട് ഒരു സെക്കൻഡ് ഞാനൊന്ന് ഹോൾഡ് ചെയ്യാം. ഈ ഒരു യൂസേഴ്സ് മാനുവലിൽ 30 വാട്ടോ 60 വാട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ പുതിയ യൂസേഴ്സ് മാനുവൽ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യം ഞാൻ അവരുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തു. ഇത് മുമ്പ് 30 വാട്ടായിരുന്നു വന്നിരുന്നത്. ഇതിപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്ത് 50 വാട്ടിലേക്ക് ആക്കിയതാണ്. ഈ യൂസേഴ്സ് മാനുവലിൽ ഇതെങ്ങനെ മൗണ്ട് ചെയ്യണം, പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പിന്നെ ഇതെപ്പോഴും നമ്മൾ സോളാർ ലൈറ്റ് വയ്ക്കുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെച്ചാൽ മാത്രമേ ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ബാറ്ററി നമുക്ക് റിമോട്ടിലിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ റിമോട്ടിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ ലൈറ്റിൻ്റെ ടോപ്പ് പോർഷൻ കാണുമ്പോൾ തന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന നല്ല ക്വാളിറ്റിയുള്ള മോണോസെൽസ് ആണെന്നുള്ള ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റഡാർ സെൻസറിൻ്റെ റേഞ്ച് 6 മുതൽ 8 മീറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഡിഫറൻറ്റ് മൗണ്ടിങ് ഓപ്ഷൻസ് ഞാനിവിടെ സൈഡിലൊന്ന് കാണിക്കാം. ഇതിൽ ലിഥിയം ഫെർസോസൈറ്റ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് അവർ അഡ്വർട്ടൈസ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ലൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇതേ സാധനങ്ങൾ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യാം. പിന്നെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ മൗണ്ടിങ് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോപ്പിലുള്ള പാനൽസ് ഗ്ലാസ് തന്നെയാണ്, ഗ്ലാസ് പാനൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലതിൽ ഈപ്പോക്സി കോട്ടിംഗ് ആയിരിക്കും വരുന്നത്. ഇത് ഗ്ലാസ് തന്നെയാണ്. ഈപ്പോക്സി കോട്ടിംഗ് വരുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഫെയ്ഡ് ആവുന്നതായിട്ടൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തായാലും ആ ഒരു വിഷയം വരാൻ ചാൻസ് ഇല്ല. ഈ ലൈറ്റ് ഞാൻ ആമസോണിൽ നിന്ന് 1499 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയ ശേഷം എന്തായാലും ഓപ്പൺ ചെയ്യാം. ആദ്യം ഇത് വർക്കിംഗ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. അത് കൃത്യമായിട്ട് അവർ പ്രോഡക്റ്റ് പേജിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഓൺ ബട്ടൺ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റിമോട്ടിൽ ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. റിമോട്ടിലിപ്പം എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫീഡ്ബാക്ക് കാണിച്ചു തരാനായിട്ട് ഈ ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നമ്മുടെ ഈ കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ പ്രോപ്പർലി അതിൽ രജിസ്റ്റർ ആയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ റിമോട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് സൈഡിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു റിമോട്ടിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഇമേജ് മാത്രം കാണിക്കാം. ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമോട്ട് വഴി ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. ഈ ഒരു ലൈറ്റ് നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് അടുത്തുള്ള ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് ഇതേപോലെ ഒരു പൈപ്പ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അത് വലിയ കോസ്റ്റ് വരുന്നതല്ല, ഏകദേശം ഒരു 100-150 രൂപ റേഞ്ചിന് അടുത്തുള്ള ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലെ മോഷൻ സെൻസിങ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു വെട്ടത്തിലായിരിക്കും കത്തുന്നത്. അതിപ്പോൾ ഇത് മോഷൻ സെൻസിങ് മോഡിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ലൈറ്റിലായിരിക്കും കത്തുന്നത്. എന്തെങ്കിലും അനക്കം വരുന്ന സമയത്ത് ഇത് നല്ല ബ്രൈറ്റായിട്ട് കത്തും. അത് നമുക്കിപ്പോൾ കാണിക്കാം. ഇപ്പോൾ ഇതിൽ ചെറിയൊരു ബ്രൈറ്റ്നസ്സിലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. മോഷൻ സെൻസിങ് മോഡാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു അനക്കം വന്ന സമയത്ത് ലൈറ്റ് ഫുൾ ബ്രൈറ്റിലാവുന്നുണ്ട്. നമ്മൾ മിക്കവാറും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഈ ഒരു മോഷൻ സെൻസിങ് മോഡാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അനക്കം വരുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ വെട്ടം വേണ്ടത്. അല്ലാത്ത സമയത്ത് കണ്ടിന്യൂസ് കിടക്കേണ്ട ആവശ്യം ചില കേസുകളിൽ മാത്രമേ വരാറുള്ളൂ. ആ കേസിൽ നമുക്ക് 3 അവർ 5 അവർ 8 അവർ ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇതിനെ തന്നെ 50% അല്ലെങ്കിൽ 100% ബ്രൈറ്റ്നസ്സിനോ വർക്ക് ചെയ്യിക്കാനായിട്ടുള്ള ഓപ്ഷൻസും ഈ റിമോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ മോഷൻ സെൻസിങ് മോഡാവും ഏറ്റവും കൂടുതൽ ബാക്കപ്പ് തരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പം മോഷൻ സെൻസിങ് മോഡിലാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് മോഡലായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നോക്കാം കൂടുതൽ പേരും പ്രിഫേർഡ് ഏത് മോഡാണെന്നുള്ളത്. ഈ ലൈറ്റിൻ്റെ സെൻസറിനകത്ത് കൊടുത്തിരുന്ന ഒരു റെഡ് ലൈറ്റ് വഴി നമുക്ക് ഇത് ചാർജിങ് ആണോ എന്നുള്ളത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ലൈറ്റ് ഓപ്പൺ ചെയ്യുന്ന പോർഷൻസ് ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടുകയാണ്. ഇതിൽ ഈ സ്ക്രൂസ് അഴിച്ച ശേഷം ഇൻറ്റേർണൽ കമ്പോണൻസ് വരുന്ന പോർഷൻസ് എത്തുമ്പോൾ നമുക്ക് സ്ലോ ചെയ്യാം. ഈ ലൈറ്റിൽ മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ LEDs അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് ഇറങ്ങിക്കൊണ്ടിരുന്നത് 30 വാട്ടാണ്, ഇപ്പോൾ ഇറങ്ങുന്നത് 50 വാട്ട്. പിന്നെ ഇതിലെ ബാറ്ററി പാക്ക് മുമ്പും 5Ah ലിഥിയം ഫെർസോസൈറ്റ് സെല്ല് തന്നെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. സിലിണ്ടറിക്കൽ സെല്ലാണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ വലുതിൽ 6Ah സെല്ല്, ആ ഒരു വ്യത്യാസം മാത്രമാണ് അവർ പറയുന്നത്. ഈ ലൈറ്റിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസ് നോക്കിയപ്പോൾ ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്തത് ഈ വയറാണ്. ആ വയർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയറുകൾ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ കാണുന്നതിനെക്കാട്ടിലും ക്വാളിറ്റി ഉണ്ട്. പിന്നെ മുകളിലായിട്ട് LED പാനലും കൺട്രോൾ ബോർഡ് താഴെയായിട്ടും അതിൻ്റെ തൊട്ട് താഴെ ബാറ്ററി വന്നിട്ടുണ്ട്. ഈ കൺട്രോൾ ബോർഡിൻ്റെ അടിയിലായിട്ടാണ് സെൻസറുകൾ വന്നിരിക്കുന്നത്. സാധാരണ ഒരു സിംഗിൾ ബോർഡ് മാത്രമേ ഇങ്ങനെയുള്ളതിൽ കാണാറുള്ളൂ. ബാറ്ററിയുടെ കാര്യത്തിൽ അവർ കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ LFP സെൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 32700 സെല്ല്. ഈ സെല്ല് അവർ നല്ല രീതിയിൽ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൃത്യമായ ഇൻസുലേഷനും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ആ ഒരു ഗ്രീൻ കളർ ഇൻസുലേഷൻ പേപ്പർ അതിൽ കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ചിലർ മിക്കവാറും സാധാരണ ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് വയ്ക്കാറേ ഉള്ളൂ ചില കുറഞ്ഞ ലൈറ്റുകളിൽ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഈ ലൈറ്റ് ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 2 മാസം ഉപയോഗിച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു പോർഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്രത്തോളം വെട്ടം ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഞാനൊരു 1ാമത്തെ നിലയ്ക്ക് മുകളിൽ നിന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഈ ലൈറ്റും ആ ഒരു ലെവലിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 50 വാട്ട് ലൈറ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു നിലയ്ക്ക് മുകളിൽ വെക്കുന്നതായിരിക്കും കറക്റ്റ്. അല്ലെങ്കിൽ ഈ ഡീറ്റെയിലിങ് കുറച്ച് കുറഞ്ഞു പോകും. അത്യാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പവർ വെട്ടത്തിന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എപ്പോഴും സോളാർ ലൈറ്റ് വാങ്ങിക്കുന്നവർ 50 വാട്ട് ലൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലൊരു 8 അല്ലെങ്കിൽ 9 വാട്ട് LED ബൾബിൻ്റെ വെട്ടം മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് 2ാമത്തെ നിലയ്ക്ക് മുകളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 50 വാട്ടിൻ്റെ ലൈറ്റ് പോരാ, കുറച്ചും കൂടെ പവറുള്ള ഒരു ലൈറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇവർക്ക് തന്നെ ഇതിൻ്റെ അപ്ഗ്രേഡഡ് മോഡൽസ് ഉണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ്.